ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭക്തന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എല്ലാ മേഖലകളിലും ഒരു മാതൃക വെച്ചുപോയി എന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിന് പ്രാർത്ഥിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാം വേണ്ട. കാരണം യേശു സാക്ഷാൽ ദൈവമാണ്. യേശുവിന് ദേവാലയത്തിൽ പോകണമായിരുന്നോ? വേണ്ട. കാരണം യേശു സാക്ഷാൽ ദൈവമായവൻ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവമായിരുന്നവൻ ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. എന്നാൽ നമുക്ക് മാതൃകയാകേണ്ടതിന് ഒരു മനുഷ്യൻ പിതാവിനോട് ദൈവത്തോട് ബന്ധപ്പെടേണ്ട മേഖലകളിൽ എല്ലാം യേശു ഒരു മാതൃക നമുക്ക് വെച്ചു. യേശു ഉപവസിച്ചു, യേശു പ്രാർത്ഥിച്ചു, പ്രൈസ് ലോർഡ്. യേശു വിശന്നവർക്ക് ആഹാരം കൊടുത്തു, പ്രൈസ് ലോർഡ്. യേശു ദേവാലയത്തിൽ പോയി, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളും യേശു നമുക്ക് മാതൃകയാകേണ്ടതിന് ഓരോ കാര്യവും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിതാവിനെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പൂർണ്ണതയിൽ അനുസരിച്ചു. പിതാവിൻ്റെ ഇഷ്ടത്തിന് മുൻസ്ഥാനം കൊടുത്തു. പ്രൈസ് ലോർഡ്. ശമരിയാക്കാരി സ്ത്രീയുമായി യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ആഹാരം കൊള്ളുവാൻ വേണ്ടി പോയ ശിഷ്യന്മാർ മടങ്ങി വന്ന് അവനോട് ആഹാരം കഴിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ യേശു പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അപ്പോൾ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ആഹാരത്തേക്കാൾ അധികം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലായിരുന്നു യേശു മുൻസ്ഥാനം കൊടുത്തുകൊണ്ടേയിരുന്നു. കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും വലുതെന്നും അല്ലെങ്കിൽ അത് സ്വർഗത്തിൽ നടക്കപ്പെടുന്നത് പോലെ തന്നെ ഭൂമിയിലും ആകണമേ എന്നാണ് യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് ഹല്ലേലൂയ യേശു ഈ ഭൂമിയിൽ ചെയ്യുവാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും ചെയ്തുകൊണ്ടേയിരുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് എല്ലാ രീതിയിലും മാതൃകയായ ഒരുവനെയാണ് നാം പിൻചെല്ലുന്നത്. ഒരിക്കൽ ഞാൻ സ്ട്രീറ്റിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്: യേശു ദൈവമല്ലേ? ആ ദൈവം എന്തിനാണ് ദേവാലയത്തിൽ പോയി ആരോടാണ് പ്രാർത്ഥിച്ചത്? ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്: യേശു എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ളത് എൻ്റെ യേശുവിൽ നിന്ന് എനിക്ക് കാണുവാൻ, എനിക്കൊരു മാതൃകയാകുവാൻ യേശു അത് ചെയ്യുകയായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ദൈവമക്കളെ, യേശു പ്രാർത്ഥന പഠിപ്പിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്ത ഗത്സമനയിലെ പ്രാർത്ഥനയാണല്ലോ. ഗത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ
വളരെ സംശയമുളവാക്കുന്ന, നമ്മളെയൊക്കെ ചിലപ്പോഴൊക്കെ വല്ലാതെ പിടിച്ച് കുലുക്കുന്ന ഒരു പദമാണ് ഇവിടെ കാണുന്നത്. പിതാവിനോട് യേശു പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഏതാണ് ഈ പാനപാത്രം? എന്താണത് നീക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത്? ഒരുപക്ഷെ പാനപാത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം കുടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ, നാം അനുഭവിച്ച, നാം തകർക്കപ്പെടേണ്ട, നാം നശിച്ചു പോകേണ്ട, നമ്മൾ ഒരിക്കലും ദൈവവുമായി ബന്ധമുണ്ടാകാതിരിക്കേണ്ട ആ പാപത്തിൻ്റെ പാനപാത്രം അത് യേശുവായിട്ട് എടുക്കുകയാണ്. എന്നാൽ യഥാർത്ഥമായും ആ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറയുമ്പോൾ ക്രൂശീകരണം എന്നിൽ നിന്ന് മാറിപ്പോകണമേ എന്നാണോ എന്നൊരു ചോദ്യമോടെ വരും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ, ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഇതെല്ലാം നമ്മിൽ വരേണ്ടത് ആ പാനപാത്രം യേശു എടുക്കുകയും, അപ്പോൾ ക്രൂശീകരണം മാറിപ്പോകണമോ അതാണോ അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തോന്നും. ദൈവമക്കളെ, ക്രൂശീകരണം മാറിപ്പോകാനായിരുന്നെങ്കിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിരിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടി തന്നെയാണ്, ക്രൂശീകരണത്തിന് വേണ്ടി തന്നെയാണ്, ക്രൂശീകരണം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം യേശു തൻ്റെ മരണത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാളായിരുന്നു. യേശു ഈ മരണം സഹിക്കുവാനാണ്, ഈ മരണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ജഡമെടുത്തതും. അപ്പോൾ അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കണമോ എന്നൊരു ചോദ്യം നമ്മിൽ വരാം. ഇവിടുത്തെ പാനപാത്രം എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ യേശു നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ ആ ബന്ധം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും പുത്രൻ പിതാവിൽ നിന്ന് അകന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാൽവരിയുടെ കുലമരത്തിൽ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശു തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിതാവ് മുഖം മറയ്ക്കുന്നു. ഹല്ലേലൂയ, പിതാവ് സംസാരിക്കാതിരിക്കുന്നു. പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരല്പനിമിഷം പുത്രൻ മാറി നിൽക്കുന്നു. അതാകുന്നു പുത്രനെ ഏറ്റവും വേദനിപ്പിച്ചത്. ശാരീരികമായി താൻ നേരിടാൻ പോകുന്ന, താൻ സഹിക്കാൻ പോകുന്ന വേദനകളെക്കുറിച്ചും അതിനുണ്ടാകാവുന്ന എല്ലാ ഭാരങ്ങളെക്കുറിച്ചും താൻ നേരിടാൻ പോകുന്നതൊക്കെ യേശുവിന് നന്നായി അറിയാം. എന്നാൽ ശാരീരികമായോ മാനസികമായോ ഈ ലോകത്തിലെ സൃഷ്ടികളായ മനുഷ്യർ തന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങളോ അല്ല യേശുവിനെ വേദനിപ്പിച്ചത്. പകരം യേശുവിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചതും ഹല്ലേലൂയ തനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നിന്നത് പിതാവുമായുള്ള ബന്ധം ഒരല്പനേരത്തേക്ക് മാറുന്നു എന്നുള്ളത്. എന്നിട്ടും യേശു അവിടെ പറയുന്ന പദം, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു നന്മ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം പലപ്പോഴും നമ്മളെ ഇങ്ങനെയുള്ള മേഖലയിൽ ഇറക്കി വിടുന്നതിനൊരു കാരണം നമുക്കൊരു നന്മയുണ്ട് എന്നുള്ളത്. മാനവജാതിയുടെ ആ ഒരു രക്ഷയ്ക്കു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പുത്രനെ ഇറക്കി വിടുക. ആ പിന്നിലൊരു നന്മയുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ നമ്മളെ ഇറക്കി വിടുന്നത്. സ്തോത്രം. ഇത് തന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് പൗലോസിനോട് ബന്ധപ്പെട്ട സ്തോത്രം. പൗലോസ് സ്തോത്രം തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഏതോ ഒരു വേദന അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്.
അത് 2 കൊരിന്ത്യർ 12:7 വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അപ്പോൾ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച ഒരു വലിയ വ്യതയെക്കുറിച്ച് താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കുന്നൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് മാറിക്കിട്ടണം. പക്ഷെ അത് മാറുന്നില്ല. അപ്പോൾ അത് മാറാത്തതിൻ്റെ കാരണം സാത്താൻ്റെ ദൂതൻ തന്നെ കുത്തുവാൻ ആ പ്രതിസന്ധി തൻ്റെ ശരീരത്തെ താൻ ദണ്ഡനം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിച്ചത്. അപ്പോൾ പൗലോസ് അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, അതെൻ്റെ നന്മയ്ക്കാണ്, എനിക്കത് തിരിച്ചറിയുവാനിടയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, വെളിപ്പാടുകൾ അധികം കിട്ടേണ്ടതിന്. ഇതൊക്കെ ആണ് ആ കുത്തൽ എനിക്ക് കാരണമായി തീർന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ ഇഷ്ടവുമായി ചിലപ്പോൾ യോജിച്ചു പോകത്തില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവമേ ഇത് എന്തിനാണെന്ന് ചോദിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തോട് പറയുന്ന വാക്കുകളുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പിന്നിൽ നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ഇഷ്ടമായി യോജിച്ചില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ദൈവാനുഗ്രഹം, ഒരു നന്മയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങൾ നിറവേറാൻ ഈ പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടവുമായത് യോജിക്കത്തില്ല. എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ നന്മയാണ്. അത് തന്നെ ഞങ്ങളിൽ നിറവേറണം. അങ്ങ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അത് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നല്ലോ, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. അങ്ങയുടെ ഇഷ്ടമാണ് ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതാണ് ഹല്ലേലൂയ ഞങ്ങൾക്ക് നല്ലത് എന്നൊരു തിരിച്ചറിവ് തന്ന് കർത്താവേ, അതിൽ പിറുപിറുക്കുവാനല്ല, പകരം സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ജനത്തിന് അനുഗ്രഹമാകണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.